ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സ്വാദിഷ്ടമായ ഒരു അച്ചാറാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങ ഇഞ്ചി കൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഇഞ്ചിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാം. ഇത് ഒരു മാങ്ങയുടെ ടേസ്റ്റും ഉണ്ടാവും, എന്നാൽ നല്ല കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു അച്ചാർ കൂടിയാണ്. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചോപ്പറിലിട്ടിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ തയ്യാറാക്കാം. കുറച്ച് കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ച് വെക്കണം. അപ്പോൾ ഞാനിത് ചൂടാക്കി എടുക്കുകയെന്ന്, എന്നിട്ടിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അച്ചാറിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഉലുവയും അതുപോലെ കടുകും കൂടി വറുത്ത് പൊടിച്ചെടുക്കുന്നത്. അച്ചാർ പൊടി കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് അച്ചാറിൻ്റെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കാൻ കഴിയും. ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ഒരു 2-3 പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ ധാരാളം ഇടാം. ഞാൻ ഇന്ന് അത്രയധികം ഇടുന്നില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊരു കുറച്ചേ തയ്യാറാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പാത്രം വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മളിതിന് എള്ളെണ്ണ എന്നാണ് പറയുന്നത്. ഇത് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2-3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവ് കുറഞ്ഞ് നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരിയും ഒഴിച്ചു കൊടുത്ത് എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ച വെള്ളമാണ് ഇതൊഴിച്ചു കൊടുത്തിട്ട് ഈ മസാലക്കൂട്ട് നമ്മുടെ അച്ചാറിന് വേണ്ടുന്നത് ഒന്ന് കുറുകി വരാൻ വേണ്ടി ഒന്ന് ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി ഒന്ന് തിളച്ച് ചൂടായി വന്നിട്ടുണ്ട്, കുറുക്കി വന്നു ഏകദേശം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 5-10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അധികം വേവണ്ട, എന്നാലും ചെറുതായിട്ട് ഇതിൻ്റെ ഈ അരപ്പൊക്കെ ഇതിൽ പിടിച്ച് വരുന്ന സമയം വരെ. അതായത് ഇപ്പം നന്നായി റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല സൂപ്പറാണ്. മാങ്ങയിഞ്ചി ഉള്ളവരൊക്കെ തയ്യാറാക്കി നോക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കടുകും ഉലുവയും കൂടി പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെക്കാം. താങ്ക് യു.